നമുക്ക് ഇവിടെ കാണാം 9 ഫ്രീസറുകളാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. അത് പല ആംബുലൻസുകളിലായിട്ടാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നമുക്ക് നമ്മുടെ മനസ്സ് നുറുങ്ങുന്ന കാഴ്ചകളായിരുന്നു അല്പസമയങ്ങൾക്ക് മുമ്പ് ഇവിടെ കണ്ടത്. കാരണം ഒരേ സമയത്ത് ഒരു സ്കൂൾ ഗ്രൗണ്ടിലേക്ക് 9 ആംബുലൻസുകൾ എത്തുന്നു. അതോടൊപ്പം തന്നെ അതിൽ നിന്ന് ഓരോന്നും ഈ ഫ്രീസറുകൾ ഇവിടേക്ക് ഇറക്കി വെച്ചുകൊണ്ട് പോകുന്ന അത്രയും വലിയ ദുഃഖത്തോട് മാത്രം കാണാൻ കഴിയുന്ന ഒരു കാഴ്ച മാത്രമായിരുന്നു അത് എന്നുള്ളതാണ്. ഏതായാലും 2 മണിക്കൂറുകൾക്ക് തന്നെ മൃതദേഹം ഇവിടേക്ക് എത്തിക്കും. അതിനുശേഷം 1 മണിക്കൂർ സമയമാണ് ഇവിടെ പൊതുദർശനത്തിനായി പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം 3 മഹല്ലുകളിലേക്ക് ആണ് ഇവരുടെ മൃതദേഹം കൊണ്ടുപോകുക. അവരുടെ വീടുകളിൽ എത്തിച്ചതിന് ശേഷം ഈ 3 മഹല്ലുകളിലേക്ക് മൃതദേഹം എത്തിക്കും. അധികം വൈകാതെ തന്നെ, അതായത് വീടുകളിൽ 1 മണിക്കൂറിലധികം ഒന്നും വെക്കാനുള്ള സാധ്യതയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഇവരുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുകയും ചെയ്തിട്ട് അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്ന് തന്നെ പറയുന്നു. നമ്മൾ ഇന്നലെ ഈ യാത്ര പോയ ആളുകൾ, അധ്യാപകരടക്കമുള്ള ആളുകൾ ചിരിച്ചു നിൽക്കുന്ന, സന്തോഷിച്ച് നിൽക്കുന്ന ചിത്രങ്ങൾ കണ്ടതാണ്. ആ ചിത്രങ്ങൾ ഈ വേദനയ്ക്കും വലിയ തരത്തിൽ ആഘാതമേൽപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. കാരണം ഇത്രയേറെ സന്തോഷിച്ച് ജീവിതത്തിൽ പലപ്പോഴും കിട്ടുന്ന ഇത്തരത്തിലുള്ള അവസരങ്ങൾ സന്തോഷിക്കാൻ വേണ്ടി അവർ യാത്ര പോകുന്നു. ആ യാത്ര കഴിഞ്ഞ് തിരികെ വരുന്ന സമയത്താണ് ഇത്തരത്തിലൊരു ദുരന്തം അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. ഒരു നാട് ഒരിക്കലും ഇത്തരത്തിൽ ഒരു അനുഭവം അവർക്ക് മുൻ പരിചയമില്ലാത്ത അനുഭവമാണ്. പലപ്പോഴും വാർത്തകളിലൊക്കെ കേട്ട പരിചയമല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു അനുഭവമില്ലാത്ത ആളുകളാണ്. അവരാണ്. ഒരു ഗ്രാമീണ മേഖലയാണ്, തനി ഗ്രാമീണ മേഖലയായ ആ സ്ഥലത്താണ് ഇത്തരത്തിൽ വലിയൊരു ദുരന്തം ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സ്കൂളിലെ അധ്യാപകരെ കുറിച്ച് പറയുകയാണെങ്കിൽ തൊട്ടടുത്തുള്ള വീടുകളുമൊക്കെ ബന്ധപ്പെട്ട് വളരെ നല്ല രീതിയിൽ ബന്ധം സ്ഥാപിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. അതോടൊപ്പം തന്നെ ചെറിയ സ്കൂളായതുകൊണ്ട് തന്നെ അവിടെയുള്ള നാട്ടുകാരൊക്കെ ചേർന്നുകൊണ്ടാണ് ഈ സ്കൂളിലെ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം. അത്തരത്തിൽ വലിയ തരത്തിൽ സൗഹാർദ്ദം സൂക്ഷിക്കുന്ന ഒരു നാട്ടിലുള്ള അധ്യാപകരാണ് ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള ദുരന്തം നേരിടേണ്ടി വരുന്നത്. അത് ഒരുപക്ഷെ ഇവിടെയുള്ള ആളുകൾക്ക് ഇപ്പോഴും താങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അത് ഉൾക്കൊള്ളാൻ പോലും കഴിയാത്ത ഒരു നിലയിലേക്ക് തന്നെയാണ് ഇപ്പോഴും കാര്യങ്ങളുള്ളത് എന്നുള്ളതാണ്. ഏതായാലും 2 മണിക്കൂറുകൾക്കകം തന്നെ മൃതദേഹം ഇവിടേക്ക് എത്തിക്കും. അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിനുശേഷം സംസ്കാര ചടങ്ങുകൾക്കടക്കം ഉള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. എന്തായാലും അത് ഈ അവസാനവട്ട തയ്യാറെടുപ്പുകളിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ക്രമീകരണങ്ങളൊക്കെ തയ്യാറായി അല്ലേ? ഒക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഫീസർ നമ്മൾ ഒന്ന് എക്സ്ട്രാ വെച്ചതാണ്. അഥവാ എന്തെങ്കിലും കംപ്ലൈൻറ്റുകൾ വരികയാണെങ്കിൽ ഒരു ഫീസർ ഉപയോഗിക്കാൻ നിർത്തിയിട്ട് ഓൾറെഡി 10 ഫീസർ ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറിയാണ്. അപ്പോൾ നമ്മുടെ ഇന്നലെ അസിസ്റ്റൻറ്റ് കളക്ടറും ഇവരും വിളിച്ചിട്ട് ഫീസറുകൾ എത്തിക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് പ്രകാരം നമ്മൾ ഫീസറുകളൊക്കെ ഇവിടെ എത്തിച്ചതാണ്. ഇപ്പോൾ പെരിന്തൽമണ്ണ 4 ആംബുലൻസിൽ 4 വന്നു. പിന്നെ മലപ്പുറത്ത് നിന്ന് 2 അങ്ങനെ ആയിട്ട് നമ്മളിവിടെ വേണ്ട ഫീസറുകൾ നമ്മളിവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടുന്ന് കുളിപ്പിക്കാൻ ഒന്നും കൂടി കുളിപ്പിക്കാണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഒന്ന് പുറപ്പെടാന്ന് പറഞ്ഞത്. വണ്ടി പുറപ്പെട്ടു. അപ്പോൾ പിന്നെ അതിന് ശേഷമുള്ള കാര്യങ്ങൾ പിന്നെ നമ്മൾ ഇനി വീട്ടുകളിൽ എത്തിക്കാനുള്ള വണ്ടി കൂടി ഇവിടെ സെറ്റാണ്. ഏതായാലും അവർ പറഞ്ഞത് പ്രകാരം 10 ഫ്രീസറുകളാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. കാരണം ഏതെങ്കിലും കാരണവശാൽ ഒന്ന് കേടായി കഴിഞ്ഞാൽ മൃതദേഹം അഴുകാൻ പാടില്ല. അതുകൊണ്ട് അതിനുള്ള ക്രമീകരണം കൂടി ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ നിന്ന് മൃതദേഹം വീടുകളിലേക്ക് കൊണ്ടുപോകാനുള്ള ആംബുലൻസ് അടക്കം സംവിധാനങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞു എന്ന് തന്നെയാണ് അവർ പറയുന്നത്. കാരണം നേരത്തെ ജില്ലാ കളക്ടർ ഇടപെട്ടുകൊണ്ട് തന്നെ ഈ ആംബുലൻസ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് അതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കാൻ നിർദ്ദേശിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവർ മുന്നിട്ടിറങ്ങിക്കൊണ്ട് തന്നെ ഇത്തരത്തിൽ ആംബുലൻസുകൾ എത്തുകയും അതോടൊപ്പം തന്നെ ഫ്രീസർ സംവിധാനം ഒരുക്കുകയും ചെയ്തിരിക്കുന്നത്. ഒരു ദുരന്ത മുഖത്ത് എങ്ങനെ ആളുകൾ കൈകോർത്ത് നിൽക്കുന്നു, അതിനെ അതിജീവിക്കാനുള്ള പ്രയത്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായി തന്നെ കാണാൻ കഴിയുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇത് എന്ന് വേണം പറയാൻ. ചേട്ടാ, എങ്ങനെയൊക്കെയാണ് ക്രമീകരണങ്ങൾ? ഇതാണ് 7 മണിക്ക് ഇവിടെ എത്തും എന്നുള്ളതാണ് പുറപ്പെട്ടിട്ടുണ്ട്. പിന്നെ പറഞ്ഞില്ല 9 മണി വരെയാണ് ഇവിടെ അനൗൺസ് ചെയ്തിട്ടുള്ളത്. ബാക്കി കാര്യങ്ങളൊക്കെ അവരെ വീട്ടുകാർ ചെയ്യുന്നതിനനുസരിച്ചാണ്. ഏതൊക്കെ മഹല്ലുകളാണ് നമ്മളെ 3 മയ്യത്തുകളുള്ളത്? സാജിദ, പിന്നെ ഷക്കീല, റംല. ഈ 3 മയ്യത്ത് പാങ്ങ് പള്ളിപ്പറമ്പ് വലിയ ജുമാ മസ്ജിദിലാണ്. പിന്നെ സുഹറിയും അവരുടെ മോന് ഇഷാമും ഈസ്റ്റ് പാങ്ങ് ജുമാ മസ്ജിദിലാണ്. പിന്നെ മജീദ് മാഷും അവരുടെ ഭാര്യയും മാട്ടാത്തി ജുമാ മസ്ജിദ്. ഇത് 3 പാങ്ങ് തന്നെയാണ്. ഒക്കെ ചുറ്റുഭാഗത്ത് 2-3 കിലോമീറ്ററിനുള്ളിലാണുള്ളത്. മറ്റവർ ഒരാൾ പ്ലാംതോളാണ്, ഒരാൾ കൊളത്തൂരാണ്. ഇത് ഏതാണ്ട് ഒരേ സമയത്ത് തന്നെയായിരിക്കും സംസ്കാര ചടങ്ങ്? അത് അവർ വീട്ടുകളിലുള്ള കാര്യങ്ങളായിരിക്കുമല്ലോ. നമുക്ക് അവരുടേതായ ഇവിടെ നമ്മൾ 9 മണി വരെയാണ് നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റ് സലാമാഷ അനൗൺസ് ചെയ്തിട്ടുള്ളത്, പൊതുദർശനത്തിന് വെച്ചിട്ടുള്ളത്. അതിനുശേഷം ഓരോ കുടുംബങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട് അവരെ ഇതിനനുസരിച്ച് ചെയ്യാന്നുള്ളതാണ് അവർക്ക്. പിന്നെ അവരെ നമുക്ക് ഇടപെടാൻ കഴിയില്ലല്ലോ. ഒരേ സമയത്ത് അങ്ങനെ സംസ്കാര ചടങ്ങുണ്ടാവില്ല. കാരണം വ്യത്യസ്ത മഹലിലാണ്, അതിന് അവരെ തീരുമാനിച്ചിട്ടില്ല. പിന്നൊക്കെ കുടുംബമൊക്കെ മരവിച്ച് നിൽക്കില്ല. അപ്പം എങ്ങനെയാണെന്ന് നമുക്ക് കൂടുതൽ വിവരങ്ങൾ അവരെ അറിയാൻ പറ്റിയില്ല. പിന്നെ കൂടുതൽ ആളുകൾ ഇവിടെ ഇല്ല, ഒക്കെ രാത്രിയോട് കൂടി തന്നെ അങ്ങോട്ട്. കാരണം ഇവിടെ കണ്ടാൽ ഇതൊക്കെ ഒന്നുമില്ല, ഒക്കെ പുറത്താണ്, ഒക്കെ അവിടുന്ന് വരുന്നുള്ളൂ. ഇപ്പോൾ ഈ 2 സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് കാണാനുള്ള അവസരം പ്രത്യേക സംവിധാനം ഇവിടെ വരുന്ന നല്ല ബാരിക്കേഡ് കെട്ടിയിട്ട് പിന്നെ അവിടുന്ന് എൻട്രൻസ് ചെയ്ത് പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. എത്ര ആളുകൾ വന്നാലും തിരക്ക് നിയന്ത്രിക്കാനും എല്ലാ സംവിധാനങ്ങളും ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്.
ഏതായാലും ഇവർ പറയുന്നത് എല്ലാ സംവിധാനങ്ങളും ഇതിനകം തന്നെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 3 മഹല്ലുകളിൽ ആയിട്ടാണ് മൃതദേഹങ്ങൾ സംസ്കരിക്കുക. അതോടൊപ്പം തന്നെ മറ്റ് 2 പേരുടെ അവരുടെ വീടുകളിലേക്ക് വീട്ടുപറമ്പിലായിരിക്കും നടക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് അവരുടെ കുടുംബാംഗങ്ങൾ തന്നെയാണ് ഇത് എപ്പോഴാണ് സംസ്കരിക്കേണ്ടെന്ന കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കുക. ഒരുമിച്ചുള്ളൊരു സംസ്കാര ചടങ്ങ് ഉണ്ടാവില്ല എന്നതിൻ്റെ സൂചനകൾ തന്നെയായിട്ട് വേണം അതിനെ കാണാൻ. കാരണം ഓരോ വീടുകളിലേക്ക് അയക്കുമ്പോൾ ആ കുടുംബങ്ങൾ തന്നെയായിരിക്കും ഇക്കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കുകയും പള്ളിയിലേക്ക് കൊണ്ടുപോകുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഒരു തീരുമാനമെടുക്കുക. അതായത് ഒന്നിച്ചുള്ളൊരു സംസ്കാര ചടങ്ങിലേക്ക് പോകാൻ സാധ്യതയില്ല. പ്രത്യേകിച്ച് 3 മഹല്ലുകളിലാണ് ഇത്തരത്തിൽ ചടങ്ങുകൾ നടക്കുന്നതെന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. ഏതായാലും എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഏതാണ്ട് ഒരു 8:30 കൂടി തന്നെ മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഫ്രീസർ സംവിധാനങ്ങളടക്കം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്.